അതുപോലെ നമ്മുടെ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ചോദ്യമാരായ ആനി മിസ്, ഫ്ലവർ മിസ്, ജോഷ് സാർ, മനോജ് സാർ എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കോളേജ് സൂപ്രണ്ട് സിബി സാറിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോളേജിലെ മറ്റ് എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും നമ്മുടെ പ്രോഗ്രാമിൻ്റെയൊക്കെ ജഡ്ജസായിട്ട് നമ്മുടെ സ്റ്റാഫ് തന്നെയാണ്. അപ്പോൾ ഇത് മുമ്പ് കാണുന്ന ഓസ്റ്റേജ് ഐറ്റംസിലുമൊക്കെ അവരുടെ വിലയേറിയ ജഡ്ജ്മെൻറ്റ്സ് കാരണമാണ് നമുക്ക് ചില ടഫായ മത്സരങ്ങളുണ്ടായിരുന്നു. പാർട്ടിസിപ്പേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ കൂടുതൽ ഓസ്റ്റേജ് ഐറ്റംസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വിലയേറിയ ഒരു സഹായം കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ കൾച്ചറൽ ഫെസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പൻസായിട്ടും ഓഡിയൻസായിട്ടും എത്തിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും സെനറ്റിൻ്റെ പേരിലും ഈ ആർട്സ് ഫെസ്റ്റിൻ്റെ പേരിലും എൻ്റെ സ്വന്തം വ്യക്തിപരമായ പേരിലും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി സെനറ്റ് അഡ്വൈസർ KR രാജേഷ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകനായിട്ട് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അക്കാഡമിക് ഡീൻ ശ്രീ ഷൈൻ പി ജെയിംസ് സാർ, അതുപോലെ തന്നെ ഈ ആർട്സിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള മഹേഷ് സാർ, കോളേജ് യൂണിയൻ ചെയർമാൻ, അതുപോലെ തന്നെ ആർട്സ് ക്ലബ് സെക്രട്ടറി, മറ്റ് സെനറ്റിലെ മെമ്പേഴ്സായിട്ടുള്ള ജനറൽ സെക്രട്ടറി, ആർട്സിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഡിപ്ലോമ സ്ട്രീമിൽ നിന്നുള്ള ആർട്സ് സെക്രട്ടറി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, HOD-മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഞാനിപ്പോൾ സെനറ്റ് അഡ്വൈസർ എന്നുള്ള രീതിയിലും ഒരു അധ്യക്ഷ പ്രസംഗം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അധ്യക്ഷ പ്രകടിപ്പിക്കാനുള്ളൊരു വേദി നമുക്കുണ്ട്. അപ്പം മഹേഷ് സാർ പറഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ഒത്തിരി അവസരങ്ങളൊന്നും അങ്ങനെ കിട്ടില്ലെങ്കിലും, ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ പോലെ കിട്ടുന്നില്ലെങ്കിൽ പോലും ഈ ഒരു വർഷത്തിലെ ഏറ്റവും മികച്ചൊരു അവസരമാണ് ഈ 2 ദിവസങ്ങളിലായിട്ട് ഇവിടെ നടക്കുന്ന ആർട്സ് ഫെസ്റ്റിവൽ. ധാരാളം ഇവൻറ്റ്സ് ഓരോ വർഷവും അത് എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ളത് അതിൻ്റെ സെനറ്റ് അംഗങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ്. ഇക്കൊല്ലവും കുറച്ചും കൂടി വ്യത്യസ്തത പുലർത്തുന്ന പല പുതുമയുള്ള ഇനങ്ങളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ അതിനകത്തൊക്കെ കുട്ടികൾക്ക് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും ഇവിടെ നടക്കുന്ന ഈ മത്സരങ്ങളിലൊക്കെ ജയിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റും ആക്ടിവിറ്റി പോയിന്റുകളും ഒക്കെ ആയിട്ട് മാറുന്നതാണ്. സർവോപരി ഇതൊരു 2 ദിവസത്തെ മൊത്തത്തിലുള്ളൊരു റിലാക്സേഷനാണ്, ഒരു ടോട്ടൽ റിലാക്സേഷനാണ്. നമ്മൾ അക്കാഡമിക്കിലൊക്കെ മുഴുകിയിരിക്കുമ്പോഴും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കോളേജിൽ ഇങ്ങനെ ഒരു വേദി കിട്ടുന്നത് കുട്ടികൾക്കൊരു മാനസികമായ ഉല്ലാസവും അങ്ങനെയുള്ളതിനുള്ളൊരു വേദിയായിട്ട് കൂടെ ഇത് ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ നമുക്ക് ഏകദേശം ഒരു 400-500ഓളം കുട്ടികളുള്ളൊരു ക്യാമ്പസാണിത്. കുറേ കുട്ടികളൊക്കെ ഒരു പക്ഷേ പ്രോഗ്രാമിൻ്റെ ഒരുക്കത്തിനും അങ്ങനെയുള്ള തിരക്കുകളിലൊക്കെ ആയിരിക്കാം. എല്ലാവരും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഡിറ്റോറിയം ഒന്നും മതിയാകാതെ പോകും. ശരിക്കും ഇതിൻ്റെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 തന്നെയാണ്. എങ്കിലും പലയിടത്തൊക്കെ ആയിട്ട് കുട്ടികൾ സ്കാറ്റർ ചെയ്തിട്ടുണ്ട്. ചില സമയത്തൊക്കെ ചില ഇവന്റുകളും ഒക്കെ നടക്കുമ്പോൾ ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഇതിനകത്ത് ആൾക്കാരുകൾ കാണാം. എന്താണേലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ധാരാളം മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല രീതിയിൽ ആ സമയത്തെല്ലാം വന്ന് നല്ല മികച്ച ഒരു ആസ്വാദകരായിട്ട് ഇവിടെ നിന്ന് ഇത് കുട്ടികൾക്ക് നല്ല മികച്ച ഒരു സപ്പോർട്ട് നൽകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ ഹൗസുകൾ തമ്മിലുള്ള ഒരു ആരോഗ്യകരമായ ഒരു മത്സരവും ഇവിടെ കാഴ്ചവെക്കട്ടെ. അതുവഴി ഹൗസുകൾക്കുള്ള മികച്ച ഒരു പോയിന്റ് നിലയും ഒക്കെ നേടാൻ എന്താണേലും നിങ്ങളൊരു നല്ലൊരു ആരോഗ്യകരമായ നമ്മുടെ കോളേജിന്റെ മൂല്യങ്ങളെ ഉയർത്തിക്കപ്പെടുക്കത്തക്ക രീതിയിലുള്ള ഒരു കലാമേളയായിട്ട് ഈ 2 ദിവസത്തെ ആർട്സ് ഫെസ്റ്റിവൽ കലിക 2026 മാറട്ടെ എന്ന് ആശംസിക്കുന്നു.
പിന്നെ ഇതിന് ചുക്കാൻ പിടിച്ച സെനറ്റ് മെമ്പേഴ്സ്. നമുക്കറിയാം എല്ലാ കോഴ്സുകളും ഉണ്ട്. ഇന്റഗ്രേറ്റഡ് ക്യാമ്പസ് എന്നുള്ളൊരു വളരെ അപൂർവം ക്യാമ്പസുകളിലുള്ള ഒരു പ്രത്യേകതയാണ് നമ്മുടെ ക്യാമ്പസ് എന്ന് പറയുന്നത്. പല പ്രോഗ്രാമുകളിൽ നിന്ന് സെനറ്റിലെ അംഗങ്ങളെല്ലാമാണ്. ഇതിൽ തന്നെ എപ്പോഴും പാസിംഗ് ഔട്ട് ബാച്ചസ് എടുക്കുന്ന ഒരു സ്ട്രെയിൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് കാണാം എല്ലാ കാര്യങ്ങളിലും. അതിൻ്റെ ഒരു ലീഡിങ് എന്ന് പറയുന്നത് പാസിംഗ് ഔട്ട് ആയിട്ടുള്ള ബാച്ചിലെ കുട്ടികൾ ഏറ്റെടുക്കുന്നുണ്ട്. അത് അവരുടെ ഒരു ബാച്ചിന്റെ ഒരു സ്പിരിറ്റ് ആയിട്ട് തന്നെ അവർ ഏറ്റെടുക്കുന്നുണ്ട്. കൂടെ സെനറ്റ് മെമ്പേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്ന എല്ലാ ക്ലാസ്സിലും ഇത് സീനിയർ ജൂനിയർ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളും ഒന്നും കൂടെ മികച്ച രീതിയിൽ അവർക്ക് ഈ സപ്പോർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല മികച്ച രീതിയിലുള്ള ഒരു സംഘാടനം കൊണ്ടും ഈ പ്രോഗ്രാം അതുകൊണ്ട് പങ്കാളിത്തം കൊണ്ട് ഇത് ശ്രദ്ധിക്കപ്പെടുക. നിങ്ങളുടെ ഈ പ്രോഗ്രാമിന് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. നന്ദി രാജേഷ് സാർ. കലിക 2026ന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി നമ്മുടെ അക്കാഡമിക് ഡീൻ ശ്രീ ഷൈൻ പി ജെയിംസ് സാറിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. രാജേഷ് സാർ, ഇന്നിവിടെ സ്വാഗതം ആശംസിച്ച ആർട്സ് സെനറ്റ് അഡ്വൈസറായ മഹേഷ് സാർ, കോളേജ് സെനറ്റ് ചെയർമാൻ അശ്വിൻ ബാബു, അതുപോലെ തന്നെ കോളേജ് ആർട്സ് ക്ലബ് സെക്രട്ടറി രൂപശ്രീ, അതോടൊപ്പം നിൽക്കുന്ന ഡാനിഷ്, മറ്റ് ഡിപ്പാർട്ട്മെന്റ് മേധാവിമാരെ, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആദ്യമായി നമ്മുടെ കോളേജിൻ്റെ ഈ വർഷത്തെ യുവജനോത്സവമായ അല്ലെങ്കിൽ കലോത്സവമായ കലിക 2K26 പങ്കെടുക്കുവാൻ എൻ്റെ ഉദ്ഘാടകനായിട്ട് ഇവിടെ പങ്കെടുക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥിക്കും എല്ലാ വിജയാശംസകളും നേരുകയും ചെയ്തു. ഒരു അക്കാഡമിക് കോളേജിൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പോഴും തന്നെ പ്രാധാന്യമുള്ള രണ്ട് പരിപാടികളാണ് അവിടുത്തെ കലാപരമായ പരിപാടികളും അതുപോലെ തന്നെ കായികപരമായ പരിപാടികളും. രാജേഷ് സാറോട് പറഞ്ഞ പോലെ നമ്മൾ സ്പോർട്സ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ സ്പോർട്സ് ഫെസ്റ്റ് വളരെ വിപുലമായി നമ്മൾ നടത്തി. കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ കോളേജ് ലെവൽ അതുപോലെ തന്നെ ഇന്റർ കോളേജ് ലെവൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ അതിലുള്ള മത്സരങ്ങളിലേക്കൊക്കെ അവരെ മത്സരിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ആർട്സ് ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളെല്ലാം കഴിഞ്ഞ ഒരു മാസമായിട്ട് നടക്കുകയാണ്. അതിൻ്റെ പിന്നിൽ കോളേജ് സെനറ്റ് ഉണ്ട്, അതിന് ലീഡ് ചെയ്യുന്ന രാജേഷ് സാറും മഹേഷ് സാറും ഉണ്ട്. അതുകൂടാതെ ഇതിനു വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലാണ് എങ്കിലും ഏതാനും ചില കുട്ടികൾ, ഒരു വിഭാഗം കുട്ടികൾ ഈ അവസരത്തിൽ ഇതിനോടനുബന്ധിച്ച് മറ്റു പല പരിപാടികളും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയും ഉണ്ടായിട്ടെന്ന് പലരും അറിഞ്ഞു കാണും. കോളേജിൻ്റെ ഒരു അംഗീകാരം ഇല്ലാണ്ട് കോളേജ് സെനറ്റ് കോളേജിന് വേണ്ടി നടത്തുന്ന ഇത്രയേറെ പണം ചെലവഴിച്ച് ഇത്രയേറെ സമയം ചെലവഴിച്ച് നടത്തുന്ന കോളേജിൻ്റെതായ ഒരു പരിപാടി, കോളേജിൻ്റെ ഓരോ വിദ്യാർത്ഥികളും ചേർന്ന് നടത്തേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ നിന്നും ആ സമയത്ത് ഈ ഓണത്തിൻ്റെ ഇടയ്ക്ക് കൂട്ടുകച്ചവടം എന്ന രീതിയിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ വേറെ ചില പ്രോഗ്രാംസുമായിട്ട് പോകാൻ ശ്രമിച്ചു. അതിന് പ്രിൻസിപ്പൾ ശക്തമായി അതിന് പോകരുത് എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. ബഹുഭൂരിപക്ഷം കുട്ടികളും അതിൻ്റെ അന്തഃസത്ത മനസ്സിലാക്കുകയും അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. അപ്പോൾ അതൊരിക്കലും ഒരു ശരിയായ പ്രവണതയല്ല. നമ്മുടെ കോളേജിൽ ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ കോളേജ് കുട്ടികളുടെ എല്ലാ പരിപാടികൾക്കും എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന, പ്രത്യേകിച്ച് രാജേഷ് സാറിൻ്റെ
പ്രിൻസിപ്പളായതിനു ശേഷം എല്ലാ പരിപാടികൾക്കും എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ഒരു പ്രിൻസിപ്പളാണ് ഒരു മാനേജ്മെൻറ്റ്. അപ്പോൾ അത്തരത്തിൽ കുട്ടികൾ ആ രീതിയിലുള്ളൊരു പ്രവണത അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്തത് ഒരുപക്ഷെ അവരുടെ എടുത്തുചാട്ടം കൊണ്ടായിരിക്കും. ഞങ്ങൾ പ്രായപൂർത്തിയായ വിദ്യാർത്ഥികളല്ലേ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം, 20 വയസ്സായത് ഞങ്ങൾ സ്വന്തമായിട്ട് പക്വതയുണ്ട് എന്നൊക്കെ എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നെങ്കിലും കോളേജിൻ്റെ ഒരു പൊതുവായ പരിപാടി നടക്കുമ്പോൾ അതിനോട് ഒത്തുചേർന്ന് നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ മാറ്റി വെച്ച് അതിനോട് ഒത്തുനിന്ന് പോകുന്നതാണ് അതിൻ്റേതായ ഒരു അന്തസത്ത. ഞാൻ ഈ അവസരത്തിൽ അത് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ ആർട്സ് ഫെസ്റ്റിവൽ കലിക 2026. അപ്പോൾ കലിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഞാനിങ്ങനെ എനിക്ക് ആലോചിച്ചു. കലികാലം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, കലിക എന്ന് കേട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ പല ഇൻ്റർപ്രിട്ടേഷൻസ് ആണ് വന്നത്. ഒരു ഇൻ്റർപ്രിട്ടേഷൻ, ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ഡാൻസ് ബൈ ദ ഗോഡസ് കാളി. കാളി എന്ന ഗോഡസിൻ്റെ എല്ലാ ഈവിൾസിനും എതിരായിട്ടുള്ള ഒരു നൃത്തമാണ് കലിക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഓൺലി ഇൻ്റർപ്രിട്ടേഷൻ. വേറൊരു ഇൻ്റർപ്രിട്ടേഷൻ, വെരി ഇൻട്രസ്റ്റിംഗ് ഇൻ്റർപ്രിട്ടേഷൻ വിച്ച് ഐ ഗോട്ട് ടു ആസ്. ഇറ്റ് സിംബലൈസസ് എ ബഡ് എന്ന് പറഞ്ഞാൽ ഒരു പൂമണ്ട്, വിച്ച് ഹാസ് ഇമ്മൻസ് പൊട്ടൻഷ്യൽ ആൻഡ് വിച്ച് ഈസ് ലുക്കിംഗ് ഫോർ ടു ബ്ലൂം ടു സീ ഇറ്റ്സ് ഓപ്പർച്യൂണിറ്റി. എന്ന് പറഞ്ഞാൽ ഒരു പൂമട്ട്, വിടരുവാൻ വെമ്പി നിൽക്കുന്ന ഒരു പൂമട്ട്, വളരെ മനോഹരമായ ഒരു പൂവ്, അത് വിടരുവാനായിട്ട് വെമ്പി നിൽക്കുകയാണ്, അതിൻ്റെ അവസരം കാത്തു. അപ്പം നമ്മുടെ കോളേജിനെ ഒരു ഗാർഡനായിട്ട് നമ്മൾ കണക്കാക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥികളെല്ലാം, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അതിലെ ഓരോ ഇതളുകളാണ്. നിങ്ങളുടേതായ പെർഫോമൻസ് വഴി അതിനെ പ്രകാശിപ്പിക്കുമ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ ഗാർഡനായിട്ട് പോകും. ഈ മീനിങ് ആണ് ഇതിന് ഏറ്റവും ഉചിതമായത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ സംഘാടകർ, കോളേജ് സെനറ്റ് ഇതിൻ്റെ പേര് തിരഞ്ഞെടുക്കുമ്പോൾ അതാണ് അവർ മനസ്സിൽ ഉൾക്കൊണ്ടത് എന്ന് എനിക്കറിയത്തില്ല. എനിവേ, kudos to the college senate for selecting such a meaningful word for this arts fest. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത, നമ്മുടെ ഇത്തവണത്തെ ആർട്സ് ഗ്രൂപ്പ് സെക്രട്ടറി രൂപശ്രീയാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു ലേഡി ഈ പോസ്റ്റിലേക്ക് വരുന്നത്. ഇതിന് മുമ്പെല്ലാം ബോയ്സ് ആയിരുന്നു അത് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും പ്രത്യേകം രൂപശ്രീയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇതിൽ ഈ പോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള ഉത്തരവാദിത്വം, ഇത് പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കുട്ടി ഫസ്റ്റ് ഇയർ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഇവിടെയുള്ള പരിപാടികളിലെല്ലാം പങ്കെടുക്കുകയും അതിന് കിട്ടിയ സപ്പോർട്ടും അതിനുള്ള ഒരു ആത്മവിശ്വാസവുമാണ് അതിന് മുമ്പോട്ട് വന്നത്. പ്രത്യേകം ഞാൻ രൂപശ്രീയെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അനീഷ്, ബാക്കി എല്ലാവരുടെ കോളേജ് സെൻറ്ററുണ്ട്. ഒരാൾ മാത്രമല്ല ഈ പരിപാടി നടത്തുന്നത്. ഈ പരിപാടി നടത്തിയത് വിജയപ്രദമാക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി വർക്ക് അതിൻ്റെ പുറകിലും. അതുകൊണ്ട് വർക്ക് ചെയ്ത എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പരിപാടി ആർട്സ് ഫെസ്റ്റിവൽ നടത്തുന്നത് ഇത് കേവലം ഒരു കലാപ്രകടനം എന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് മറ്റുള്ള കുട്ടികളുമായി ഇടപഴകുന്നതിനും നമ്മളുടെ പല ഹൗസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 3 ഹൗസുകളുണ്ട്. ആ 3 ഹൗസുകളിലും എല്ലാ ബാച്ചിൽ നിന്നും എല്ലാ ഡിപ്ലോമയിൽ നിന്നുള്ള കുട്ടികളുണ്ട്, PG ലെവൽ കുട്ടികളുണ്ട്, ഡിഗ്രി ലെവലുള്ള കുട്ടികളുണ്ട്. ഇതിനെല്ലാം കൂടെ കൂട്ടിക്കുറച്ചാണ് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്, ഹൗസ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് ബാക്കി ക്യാമ്പസിലുള്ള മറ്റുള്ള കുട്ടികളുമായി ഇടപഴകുന്നതിനും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിനും ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ്.